പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമണിയാക്കിയതിന് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം തന്റെ ജനത്തെ വിളിച്ചപ്പോഴൊക്കെ അവരിൽ കർത്താവ് ആദ്യം നിക്ഷേപിച്ചത് തന്റെ വാഗ്ദത്തങ്ങളെ. ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ആദാമിന്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവം പറഞ്ഞത് എങ്ങനെയാണ്? നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കും, അവൻ എല്ലാവറ്റിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു, വാഴട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ 28 വാക്യത്തിൽ ഉൽപ്പത്തി 1:28 കർത്താവ് പറഞ്ഞു എല്ലാവറ്റിനും വാഴുവിനെന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ കൽപ്പന, ദൈവം വാഗ്ദത്തം ചെയ്യുക, ദൈവം കൽപ്പിക്കുക, അതൊരു വാഗ്ദത്തമാണ്. ഈ അധികാരമുള്ളവനാണെന്ന് വാക്കു പറയുക. നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തില് ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിന്റെ പേർ വലുതാക്കും. ദൈവം വാഗ്ദത്തം കൊടുക്കുക, വാഗ്ദത്തം. 26 അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൽ അതിന്റെ 2-3 വാക്യങ്ങളിൽ ദൈവം ഇസഹാക്കിനോട് വാഗ്ദത്തം കൊടുക്കുക, വാഗ്ദത്തം ചെയ്യുക. അതുപോലെ തന്നെ 29 അധ്യായത്തിൽ ദൈവം യാക്കോബിനോട് വാഗ്ദത്തം ചെയ്യുക. നിന്നെ വലിയ ജാതിയാക്കും, നിന്നെ ഉയർത്തും, മാനിക്കും എന്നെല്ലാം വാഗ്ദത്തം. അപ്പൊ കർത്താവ് താൻ വിളിച്ചവരോടും തന്നെ ആശ്രയിച്ചവരും തന്നെ അനുസരിക്കുന്നവരോടും കർത്താവ് ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ്, അവർക്ക് വാഗ്ദത്തം കൊടുക്കും, വാഗ്ദത്തം. നമുക്ക് ഫിലിപ്പി ലേഖനം അതിന്റെ 1 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പൊ ആ തികവിനെ കുറിച്ച് നമ്മളിവിടെ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ക്രിസ്തുവേശുവിലൂടെ ആ തികവ് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ആരംഭിച്ച പ്രവൃത്തി എന്ന് പറയുന്നത് താൻ നമ്മളോട് പറഞ്ഞ വാക്കാണ്, വചനം, വാഗ്ദത്തം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം ഈ വിധത്തിലാണ് ആരംഭിക്കുന്നത്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പോ ആദിയിൽ നമുക്ക് നൽകപ്പെട്ടത് വചനമാണ്, വാഗ്ദത്തം, പ്രോമിസ്. അപ്പൊ വാഗ്ദത്തങ്ങളെ കുറിച്ച് നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തിലും റോമാലേഖനം 4 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ഉറച്ചു. അപ്പൊ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, വാഗ്ദത്തം ലഭിച്ചവരെല്ലാവരും അവരുടെ അകത്ത് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനാണെന്നുള്ള ബോധ്യം അവരുടെ അകത്തുണ്ടായിരുന്നു. അപ്പൊ വാഗ്ദത്ത നിവൃത്തിയെ കുറിച്ചുള്ള ബോധ്യം വളരെ പ്രധാനപ്പെട്ടത്. നാം തിരിച്ചറിയേണ്ടത്, നമ്മളോട് വാക്ക് പറഞ്ഞ ദൈവം വെറുതെ പറഞ്ഞ വാക്കല്ല, അത് അവൻ നിവർത്തിക്കുന്ന വാക്കാണ്, അവന് നിവർത്തിപ്പാൻ ശക്തനുമാണ്. കർത്താവിന്റെ വചനം, അവൻ നമ്മളോട് പറയുന്ന വാക്കില്ല, അവൻ നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ നമ്മളോട് സംസാരിച്ച നല്ല വചനമാണ്, നല്ല വാഗ്ദത്തങ്ങളാണ്, സുവിശേഷം. അപ്പൊ കർത്താവ് ആരംഭിച്ച നല്ല പ്രവൃത്തി, ഈ പ്രവൃത്തിയും വചനവും ഒന്നാണോ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു സംശയം വന്നേക്കാം. നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യും. അപ്പൊ പിതാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? വചനമാണ്. ഞാൻ സംസാരിക്കുന്ന വചനമാണ് പിതാവിന്റെ പ്രവൃത്തി. അതായത് ആദിയിൽ 6 ദിവസം എല്ലാവരെയും സൃഷ്ടിച്ചവനായ ദൈവം തന്റെ കരം കൊണ്ട് മനുഷ്യനെ മെനഞ്ഞു എന്ന് കാണുമ്പോൾ ബാക്കിയുള്ള എല്ലാ സൃഷ്ടിയും തന്റെ വാക്കുകൊണ്ടായിരുന്നു. അതിന്റെ അവസാനം ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ കാണുന്നത് തന്റെ പ്രവൃത്തിയെല്ലാം തികച്ച ശേഷം. അപ്പൊ പ്രവൃത്തി തികച്ചു എന്ന് പറയുന്ന കർത്താവ് എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? പറഞ്ഞ വാക്കുകളാൽ സകലത്തിനെയും ദൈവം സൃഷ്ടിച്ചു. അപ്പൊ ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന വാക്കുകളാണ്, അവന്റെ വചനമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ വാഗ്ദത്തങ്ങളില്ലേ, കർത്താവ് പറയുന്ന വചനം, അതാണ് നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി. നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്താണ്? അവൻ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, സുവിശേഷം. അപ്പൊ കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ദൗത്യ നിർവഹണം പറഞ്ഞ സമയത്ത് ഇങ്ങനെ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു. അത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തില് നമുക്കത് കാണാൻ സാധിക്കും. 4 അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നത് ഇങ്ങനെയാണ്:
അതിന്റെ 17-ാമത്തെ വാക്യത്തില് നമ്മൾ ഇങ്ങനെ കാണുന്നു. 18-ാമത്തെ വാക്യം, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക, അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ പരമപ്രധാനമായ ദൗത്യമായിട്ട് അവിടെ പറയുന്നത് പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്, വചനം പറയുക. അപ്പോൾ നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞ ദൂതാണ്, നമ്മളോട് പറഞ്ഞ വാഗ്ദത്തമാണ്, നമുക്ക് കർത്താവ് തന്ന പ്രോമിസ്. ദാറ്റ് ഈസ് ദ വർക്ക് വിച്ച് ഹി ബിഗാൻ ഇൻ അവർ ലൈഫ്, ദ ഗുഡ് വർക്ക് വിച്ച് ഹി ബിഗാൻ. അവൻ നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തമാണ്, വചനമാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ സമ്പത്തായിട്ട് നാം കാണേണ്ടത് അതിനെയാണ്. നമ്മളോട് ദൈവം പറഞ്ഞ, കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദത്തം എന്ന് പറയുന്നത്, വാഗ്ദത്തത്തിന് നിവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നടന്നു കഴിഞ്ഞൊരു കാര്യം. വാഗ്ദത്തങ്ങളാകട്ടെ സകലതും കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെയും കർത്താവിന്റെ ദർശനത്തിന്റെയും മുഴുവൻ നിവൃത്തി നാം കാണുന്നത് ഇൻ ക്രൈസ്റ്റ്. നമുക്ക് ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. വാഗ്ദത്ത വിഷയം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തില് അതിന് 24-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അത് നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തില് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമാണ്. അതിന്റെ 49-ാം വാക്യം, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയക്കും, അതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കാനാ പറഞ്ഞത്. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം, എന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേൽ, പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയക്കും. വാട്ട് എവർ ഫാദർ പ്രോമിസ്ഡ് ഐ വിൽ സെൻഡ് അൺടു യു, നിങ്ങളിലേക്ക് ഞാൻ അയക്കും. അപ്പൊ പിതാവ് വാഗ്ദത്തം ചെയ്ത, പിതാവിന്റെ വാഗ്ദത്തം എന്താണ് നമുക്കറിയാം. ശിഷ്യന്മാര് ഒരുമിച്ച് കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: കർത്താവെ, നീ ദൈവരാജ്യത്തെ സ്ഥാപിച്ചു കൊടുക്കുന്നത് ഇപ്പോഴാണോ പിന്നെ എപ്പോഴാണ്, എന്റെ കാലം എപ്പോഴാണ്? നമുക്കത് അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 6-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. എപ്പോഴാണ് നീ രാജ്യം യഥാസ്ഥാനത്താക്കുന്നത്? എന്നാൽ അതിന്റെ മറുപടിയായിട്ട് കർത്താവ് പറയുന്ന 8-ാം വാക്യത്തിൽ പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 8, ഞാൻ രാജ്യത്തെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് നിങ്ങൾ കാത്തിരിക്കരുത്. ഞാൻ സ്ഥാപിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നതിനകത്ത് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ നിവർത്തിച്ച കാര്യങ്ങളെ നിങ്ങൾ സ്ഥാപിക്കണം, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ നിവർത്തിച്ചു, ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ നിർവഹിച്ചു, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു, നിങ്ങളുടെ പാപത്തിന് വില കൊടുത്തു, മരണത്തെ ജയിച്ചു. ഇതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞ കാര്യം. അപ്പൊ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കെ, ഇറ്റ് ഈസ് ഡൺ, അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം. അവയെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കെ, ഹല്ലേലൂയ, ഇവിടെ ഇവർ ചോദിക്കുക, ദൈവരാജ്യത്തെ നീ എപ്പോഴാ സ്ഥാപിച്ചു കൊടുക്കുന്നത്? കർത്താവിന്റെ മറുപടി, ഞാനല്ല ഇത് സ്ഥാപിക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. എപ്പോഴാ? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഹോളി സ്പിരിറ്റ് ഈസ് ദ പ്രോമിസ്. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം, അതെ, വാഗ്ദത്തം. യെസ്, ഹല്ലേലൂയ. അതെന്ത് സംഭവിക്കും? നിങ്ങളെ സാക്ഷികളാക്കാൻ ശക്തീകരിക്കും. അപ്പോ ഹല്ലേലൂയ, ആ ദൈവവചനത്തിൽ പറയുന്നത് അനുസരിച്ച് ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തം, ആ വാഗ്ദത്ത നിവർത്തി നിങ്ങൾക്ക് ഈ ലോകത്ത് എന്റെ സാക്ഷികളാകാനും, ഞാൻ സ്ഥാപിക്കാൻ വന്ന ദൈവരാജ്യം നിങ്ങളാൽ സ്ഥാപിക്കപ്പെടാനും ഉള്ള എല്ലാ എംപവർമെന്റ് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിലൂടെ നിങ്ങൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. ആമേൻ. അപ്പോഴവിടെ കർത്താവ് പറഞ്ഞൊരു പ്രോമിസ് ഉണ്ട്, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണ്?
സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. പിശാചിനോട് കർത്താവ് പറഞ്ഞ വാക്കാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാല തകർക്കും. അപ്പൊ നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ആ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, അവൾ പ്രസവിച്ച കുഞ്ഞിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ 5-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 12:5. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആ സഭയെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീ, ആ സഭയിൽ നിന്ന്, ആ സഭ, അതായത് ഈ കാണപ്പെടുന്ന സഭ, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവ, അതായത് സഭയുടെ അകത്ത് വെളിപ്പാട് ലഭിച്ച ഒരു ജനത, വെളിപ്പാട് പ്രാപിച്ച ഒരു കൂട്ടം, അവരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്ത്രീ പ്രസവിച്ചത് ആരെയാണെന്നറിയാമോ? അവരെ എങ്ങനെയുള്ളവരാ? അവർ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടി. ഇവിടെ ഇതിന്റെ 2-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-ഉം 27-ഉം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവൻ കുശവന്റെ പാത്രം പോലെ അവർ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആർക്കാണ്? ജയിക്കുന്നവനും. അപ്പൊ ജയിക്കുന്നവനാണ് ജാതികളുടെ മേൽ അധികാരം. ജയിക്കുന്നവനാണ് ഇരുമ്പ് കോൽ കൊണ്ട് ജാതികളെ മേയ്ക്കുന്നവൻ. ആരാണ് ജയിക്കുന്നവൻ? ആരാണ്? അതായത് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തില് അതിന്റെ 4-ാം വാക്യം പറയുന്നത്, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസമാണ്. ഇപ്പോഴ് അടുത്ത വാക്യം പറയുന്നത്, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ലോകത്തെ ജയിക്കുന്നവനാ. അപ്പോ ജയിച്ചവന് ആരാ? ജയിച്ചവൻ യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിച്ചപ്പോൾ വീണ്ടും ജനിച്ചവൻ. അവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൻ വാഴുന്നവൻ. വാഗ്ദത്ത സന്തതി ആരാന്നറിയാമോ? വാഗ്ദത്ത സന്തതി ആത്മാവിനാൽ വീണ്ടും ജനിച്ചവൻ. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമേൻ. നമുക്കറിയാം, മറിയയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ദൂതൻ പറഞ്ഞൊരു കാര്യമാണ്. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടും അപ്പോൾ ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രജ. അപ്പോൾ നമുക്ക് അവിടെ മറിയയെ സഭയായിട്ട് നമ്മൾ കണ്ടാൽ, ആ സഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ, ദൈവശക്തി നിഴലിടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ജീവൻ വരുമ്പോൾ, ആമേൻ, സഭയ്ക്കകത്ത്, ആമേൻ, ഹല്ലേലൂയ, നാം ഇന്ന് കാണുന്നതായ സഭയ്ക്കകത്ത് ഉരുവാകുന്ന പ്രജയുടെ പേരാണ് ദൈവ പൈതൽ, ദൈവപുത്രൻ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യക്തി എപ്പോഴാണോ പരിശുദ്ധാത്മാവിന്റെ ബോധ്യം ഉണ്ടാകുന്നത്, ഐ ആം ബോൺ ഓഫ് ഗോഡ്, ഞാൻ ദൈവത്താൽ ജനിച്ചവനാണ്, ഐ ആം ബോൺ ഓഫ് ഗോഡ്. ഒരു വ്യക്തിയുടെ അകത്ത് ബോധ്യമുണ്ട്, ഐ ആം ബോൺ ഓഫ് ഗോഡ്, ഞാൻ ദൈവത്താൽ ജനിച്ചവനാണ്. ആ ദൈവത്താൽ ജനിച്ചവനെന്ന് ബോധ്യമുള്ളവനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അവൻ ജാതികളെ ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുന്നവനാണ്. അപ്പൊ നമ്മള് മനുഷ്യരെ ഒരിക്കലും ശത്രുവിന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റ് തിന്മയുടെ സ്ഥാനത്ത് മനുഷ്യനെ കാണരുത്. മനുഷ്യനിൽ ചലിക്കുന്ന തിന്മയുടെ ശക്തി അതായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്ന പിശാചിന്റെ സകലവിധമായ തന്ത്രങ്ങളെ വാഴാനായിട്ട്, ഹല്ലേലൂയ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ആ സ്ത്രീ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ? ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. അപ്പം അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത്. അപ്പൊ ഈ വാഗ്ദത്തത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾ എന്ന അനേകനെ കുറിച്ചല്ല, സന്തതി എന്ന ഏകനെ കുറിച്ച് അത്ര പറയുന്നത്. അത് ക്രിസ്തു തന്നെ.
അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? വാഗ്ദത്വം ലഭിച്ചത് അബ്രഹാമിന്റെ സന്തതിക്കുമാണ്. അബ്രഹാമിന്റെ സന്തതികൾക്കല്ല, സന്തതിക്ക്. ആരാണ് സന്തതി? ക്രിസ്തു, ക്രൈസ്റ്റ്. അപ്പൊ എന്താണ് ക്രിസ്തു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ക്രിസ്തു എന്ന വാക്കിൽ, ക്രിസ്തു എന്ന നാമത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയെ കാണരുത്. ക്രിസ്തു എന്ന നാമത്തിൽ നാം കാണേണ്ടത് നമ്മുടെ പദവിയാണ്. യേശുവിനെ വിശ്വസിച്ചതിലൂടെ നാം ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. ദാറ്റ് ഈസ് എ പൊസിഷൻ, ദാറ്റ് ഈസ് നോട്ട് എ നെയിം അറ്റ് ഓൾ. അതൊരു പേരല്ല, അതൊരു പദവിയാണ്. അപ്പൊ ആ പദവി എന്താണ് പറയുന്നത്? വി ആർ അനോയിന്റഡ്. നാം അഭിഷേകം പ്രാപിച്ചവരാ. അതെന്നോടുള്ള വാഗ്ദത്തമാണ്. അതെന്നോടുള്ള വാഗ്ദത്തമാണ്. അതെന്നോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം നമ്മുടെ മേലുള്ളപ്പോൾ പലപ്പോഴും വാഗ്ദത്തത്തിന് നിവൃത്തിയിലെത്താതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് പലരെയും കാണാൻ കഴിയും. നമ്മള് വചനത്തിൽ നോക്കിക്കേ, പലരുടെ മേൽ വാഗ്ദത്തം കിടപ്പുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിനകത്ത് അവര് ആ വാഗ്ദത്തം നിവൃത്തിയിലെത്താനായിട്ട് നാളുകൾ അവർ ഓടുന്നത് കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വചനത്തിൽ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതായത് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ ഈ ദേശം നിനക്കും നിന്റെ തലമുറകൾക്കും ശാശ്വത അവകാശമാക്കി തരും. ഇസഹാക്കിനോട് അതേ വാഗ്ദത്തം പറഞ്ഞു, നീ ആയിരിക്കുന്ന ഈ ഭൂമിയെ നിനക്കും നിന്റെ സന്തതികൾക്കും ശാശ്വത അവകാശമായിട്ട് തരും. ദൈവം യാക്കോബിനോട് പറഞ്ഞു, നിനക്കും നിന്റെ സന്തതികൾക്കും ഈ ദേശത്തെ ശാശ്വത അവകാശമാക്കി തരും. നീ കിടക്കുന്ന ഈ ഭൂമിയെ ശാശ്വത അവകാശമാക്കി തരും. വാഗ്ദത്വമുണ്ട്. എന്നാൽ വാഗ്ദത്തം പ്രാപിച്ച ജനത ഇപ്പോൾ ഫറവോന്റെ ആധിപത്യത്തിന് കീഴ്ക്കിടക്ക് അന്യമായ ഒരു സ്ഥലത്ത് അവരെന്തിനു വേണ്ടി പോയതാ? ഭക്ഷണം തേടിപ്പോയതാ. ഭക്ഷണം തേടിപ്പോയ അവര് പിന്നത്തേതിൽ ആ ദേശത്തെ അടിമകളായി മാറി. അടിമത്വത്തിന്റെ വേദന ചുമക്കുന്ന ജനം നിലവിളിക്കാൻ തുടങ്ങി ദൈവത്തോട്, ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. നിലവിളിക്കാൻ തുടങ്ങിയ ജനം, നിലവിളിക്കാൻ തുടങ്ങിയവരെ, ആ ജനത്തെ നാം കാണുന്നത് ഇങ്ങനെയാണ്. മോശയെ ദൈവം ഒരുക്കിയെടുത്തു കഴിഞ്ഞ 40 വർഷം. ആ 40 വർഷത്തെ മരുഭൂമിയുടെ വാസം മോശയുടെ ജീവിതത്തിന്റെ സകല മേഖലകളെയും പണിയുന്നതായി. മോശയുടെ ജീവിതത്തിനകത്ത് തന്റെ പ്രാപ്തിയും താൻ പഠിച്ചിട്ടുള്ള സകല വിദ്യകളും മറക്കുമാറാക്കിയ ദിവസങ്ങളുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് സ്തെഫാനോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. മോശ അവിടുത്തെ എല്ലാ വിദ്യകളും എല്ലാ ശാസ്ത്രവും പഠിച്ചിരുന്നു. എന്നാൽ മോശ അതെല്ലാം പിന്നത്തതിൽ മറക്കേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ 40 വർഷത്തെ ആ മരുഭൂമിയിൽ അമ്മായപ്പന്റെ ആടുകളെ മേച്ച് ജീവിക്കുന്ന കാലഘട്ടം കൊണ്ട് എല്ലാ കാര്യങ്ങളും മറന്നുപോയി. എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ്, വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറത്തില്ല. കർത്താവിന്റെ വാഗ്ദത്തം മോശയുടെ മേലല്ല, ആ ജനത്തിന്റെ മേൽ മുഴുവൻ കിടപ്പുണ്ട്. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ അയക്കും. ഐ വിൽ സെൻഡ് ടു യു. ഞാൻ നിന്നെ അയക്കും. കർത്താവ് അയച്ചു. കർത്താവ് മോശയെ അയച്ചു. ജനത്തെ വിടുവിച്ചു കൊടുത്തു. ആരെയാണ് വിടുവിക്കേണ്ടി വന്നത്? ഈ ജനമാരാ? വാഗ്ദത്വമുള്ള ജനമാ. ദേശത്തിന്റെ വാഗ്ദത്തത്തിന്റെ അവകാശികളാണ് ഈ ജനം. 2 കാര്യമാണ്. ഒന്ന്, ഇവർക്ക് വാഗ്ദത്വം ലഭിച്ചതിനെ മറ്റു ചില ആളുകൾ വാഴുന്നു. വാഗ്ദത്വം പ്രാപിച്ച് ഇവരെ മറ്റു ചിലർ ഇവരെയും വാഴുന്നു. അപ്പോൾ ഇവർക്ക് വാഗ്ദത്വം പ്രാപിക്കാനും കഴിയുന്നില്ല. വാഗ്ദത്ത ജനതയുടെ സ്വഭാവത്തിൽ നിൽക്കാനും ഇവർക്ക് കഴിയുന്നില്ല. ആ വിധത്തിലായിരിക്കുന്ന ജനത്തോട് ദൈവം ഇടപെടുകയും അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, വാഗ്ദത്വം ലഭിച്ച സന്തതികളാണ്. എന്നാൽ അവരിപ്പോഴും അടിമത്വത്തിൽ കിടക്കുക. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്വങ്ങൾ പ്രാപിച്ചിട്ടും നിങ്ങൾ അടിമത്വത്തിൽ കിടക്കുകയാണോ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തമാണ് നിങ്ങൾക്കും എനിക്കും നൽകപ്പെട്ടിരിക്കുന്ന വലിയ വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ ലേഖനം 3:17 പറയുന്ന എങ്ങനെയാണ്? കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം ആത്മാവിലായ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ്
അവന്റെ അവകാശമാണ് സ്വാതന്ത്ര്യം. പക്ഷെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വരണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ അവിടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ആത്മാവ് നിങ്ങളിൽ ഉണ്ട്. ആത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ സ്വാതന്ത്ര്യമില്ലാത്തതിന് അടിസ്ഥാന കാരണം എന്താ? നിങ്ങൾക്ക് സത്യം അറിയില്ല. That is a problem. That is a problem. If you need freedom, you need to know the truth. Only the knowledge which you have in the truth, which you have about the truth, that knowledge can make you free. ആ അറിവിന്, you shall know the truth, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ, സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നമ്മിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് സത്യം തിരിച്ചറിയണം. എന്താണ് സത്യം? അതാണ് യോഹന്നാന്റെ തന്നെ സുവിശേഷം അതിന്റെ 8-ാമത്തെ 36-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പുത്രൻ നിങ്ങളെ വിടുവിച്ചാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പൊ ആ സ്വാതന്ത്ര്യം, സാക്ഷാൽ സ്വാതന്ത്ര്യം, ഒരു വ്യക്തി നിങ്ങളെ വന്ന് വിടുവിച്ചു. ആ വ്യക്തി നിങ്ങളെ വന്ന് വിടുവിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വ്യക്തി നിങ്ങളെ വിടുവിച്ചു, ഒരു വ്യക്തി വന്ന് നിങ്ങളെ വിടുവിച്ചു. യെസ്, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു വ്യക്തി വന്ന് നിങ്ങളെ വിടുവിച്ചു, പക്ഷെ വിടുവിക്കപ്പെട്ടിട്ടും നിങ്ങളിപ്പോഴും അടിമകൾ തന്നെ. നിങ്ങളുടെ പ്രകൃതം മാറിയിട്ടില്ല, നിങ്ങളുടെ ജീവിത രീതി മാറിയിട്ടില്ല, നിങ്ങളുടെ സ്വഭാവം പഴയതുപോലെ തന്നെയാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കുക, ആമേൻ, പുത്രത്വം നിങ്ങളെ വിടുവിക്കാൻ വന്നവൻ നിങ്ങളെ വിടുവിക്കുക മാത്രമല്ല, നിങ്ങളെ അവന്റെ തന്നെ പദവിയിലേക്ക് നിങ്ങളെ ആക്കുകയും ചെയ്തു. വിടുവിക്കുന്നവന്റെ, പുത്രന്റെ, അധികാരമുള്ളവന്റെ പദവിയിലേക്ക് നിങ്ങളെ ആക്കി വെച്ചാലോ? അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഇനി അടിമത്വത്തിൽ വീഴത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ അടിമത്വത്തിനെതിരെ പ്രതികരിക്കുന്നവരായിട്ട് മാറും. That is your calling. That is your calling. That is your calling. അത് നിങ്ങളുടെ വിളിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ എന്തുമാകട്ടെ, അത് ഞാൻ പറയട്ടെ, വാഗ്ദത്തത്തിന്റെ നിവൃത്തി എവിടെയാ സംഭവിച്ചെന്നറിയാമോ? ആമേൻ. നമുക്ക് ഗലാത്യ ലേഖനത്തില് അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തത്തിന്റെ അവകാശികളാണ്. ആരാ? നിങ്ങൾ. എങ്ങനെയാണ് വാഗ്ദത്തത്തിന്റെ അവകാശികളായി തീർന്നത്? ക്രിസ്തുവിനുള്ളവരായപ്പോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളായിട്ട് മാറി. യു ആർ ബിലോങ് ടു ക്രൈസ്റ്റ് നൗ. നിങ്ങൾ എങ്ങനെ ക്രിസ്തുവിനുള്ളവരാകി മാറിയത്? അവനെ വിശ്വസിച്ച് അവന്റെ നാമത്തെ കൈക്കൊണ്ടപ്പോ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായി മാറി. ക്രിസ്തുവിനുള്ളവരായിട്ട് നിങ്ങൾ മാറിയെങ്കിൽ നിങ്ങൾ മറക്കരുത്, അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന് നിങ്ങൾ അവകാശികളായി തീർന്നിരിക്കുകയാണ്. അതാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, അബ്രഹാമിന്റെ വാഗ്ദത്തം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ ജനത്തെ വിടുവിക്കാനായിട്ട് മോശ അയച്ചപ്പോൾ മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 21-22 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നീ വിടുവിക്കേണ്ട ജനം, ഈ ജനം എന്റെ ആദ്യജാതന, ഇവർ എന്റെ മകനാ. പ്രിയപ്പെട്ടവർ, കർത്താവ് വിടുവിക്കുന്ന ആരെയെന്നറിയാം? മക്കളെയാണ്. മക്കൾക്കാണ് സ്വാതന്ത്ര്യം. മക്കൾക്ക് വേണ്ടിയാണ് കർത്താവ് ഇടപെടുന്നത്. ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. യു ആർ ഫ്രീ ഇൻഡീഡ്. നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ ഇപ്പോൾ വാഗ്ദത്തത്തെ നിങ്ങൾ ചുമക്കുന്നവരെങ്കിൽ പിന്നത്തതിൽ വാഗ്ദത്തം നിങ്ങളെ ചുമക്കും. ഇപ്പൊ നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങൾ വാഗ്ദത്തം ചുമന്നുകൊണ്ടാണോ നടക്കുന്നത്? വെല്ലുവിളികൾ കണ്ടേക്കാം, പല വിധത്തിലുള്ള ചലഞ്ചുകളുടെ മുമ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ വാഗ്ദത്തം ചുമന്നുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അടുത്തൊരു സമയം വരാൻ പോവുക, വാഗ്ദത്തം നിങ്ങളെ ചുമക്കുന്ന ഒരു കാലഘട്ടം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതുവരെയും നിങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഇപ്പോ വാഗ്ദത്ത ദേശം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് സമൃദ്ധിയിൽ നിലനിൽക്കുക. സമൃദ്ധിയിൽ അത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ഏത് പ്രയാസത്തിൽ കൂടെ നിങ്ങൾ പോകുന്നവരെങ്കിൽ
യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന നിങ്ങളിൽ പുത്രത്വമുണ്ട്. അത് മറഞ്ഞിരിക്കുന്നതാണ്. അത് നിങ്ങൾ അറിയും തോറും അത് നിങ്ങളെ സ്വതന്ത്രരാക്കും. ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. ഒന്നിനും, ഒരു ശക്തിക്കും, ഒരു തിന്മയ്ക്കും, ഒരു പ്രതികൂലത്തിനും നിങ്ങളെ തൊട്ടാൻ സാധ്യമല്ല. യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. മറക്കരുത് പ്രിയപ്പെട്ട. ഒരു ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യത്തെ ബിൽഡ് ചെയ്യാം. ആ ബോധ്യത്തെ ഒന്ന് പണിതെടുക്കാം. നിങ്ങളുടെ അവസ്ഥകൾ മുഴുവനായി മാറിയിരിക്കും. നിങ്ങളിലൂടെ ഹല്ലേലൂയ അസാധാരണ ദൈവപ്രവർത്തികൾ നടക്കും. നിങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞ് കരയുന്നവരായിരിക്കത്തില്ല. നിങ്ങൾ അധികാരത്തോടെ കൽപ്പിക്കുന്നവരായിട്ട് മാറും. കാരണം നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ പുത്രന്മാരാണെന്ന്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനായി സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ ആ പുത്രത്വത്തിലേക്ക് നയിക്കുന്നതിനായിട്ട് നന്ദിയപ്പം. പലപ്പോഴും ഞങ്ങൾ ജഡപ്രകാരം കാര്യങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ രോഗികളാണെന്ന് ചിന്തിക്കും, ഞങ്ങൾ കടക്കാരാണെന്ന് ചിന്തിക്കും, ഞങ്ങൾ ഒന്നിനും കൊള്ളത്തില്ലാത്തവരാണെന്ന് ചിന്തിക്കും, ഞങ്ങൾ അടിമകളാണെന്ന് ചിന്തിക്കും. പക്ഷെ ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഞങ്ങളിൽ വരുമ്പോൾ അടിപ്പിണറുകളാലുള്ള സൗഖ്യത്തെയും, ആമേൻ, വാഗ്ദത്തത്തിലുള്ള അനുഗ്രഹത്തെയും, ഹല്ലേലൂയ, ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തെയും, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, യേശു ക്രിസ്തുവിനുള്ള രക്ഷയും ഞങ്ങൾ അനുഭവിച്ച് തിരിച്ചറിഞ്ഞ് ആമേൻ ആ മനോഭാവത്തോടെ നടക്കുവാൻ പരിശുദ്ധാത്മാവേ ഈ നാളുകൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൃപ അസാധാരണമായ നിലയിൽ ഞങ്ങളിൽ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ജീവനിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ മഹത്വം വെളിപ്പെട്ട് നിൽക്കുന്നതിനായിട്ട് നന്ദി പറയുന്നപ്പ. കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ആ പുത്രത്വം തിരിച്ചറിഞ്ഞ് ക്രിസ്തു മുഖാന്തരം അവർ മക്കളാണെന്നുള്ള തിരിച്ചറിവിൽ കാര്യങ്ങളെ വാഴുവാനായിട്ട് പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കരങ്ങളേൽപ്പിക്കുന്ന മഹത്വം മറക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ഞാനത് വീണ്ടും ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ വാഗ്ദത്തത്തെ ചുമക്കുന്നവരാണെങ്കിൽ വാഗ്ദത്തം നിങ്ങളെ ചുമക്കുന്ന ഒരു കാലം വരും. ഹല്ലേലൂയ. അതുകൊണ്ട് വാഗ്ദത്ത സന്തതികളായിട്ടും അടിമത്തത്തിൽ കിടക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഇല്ല. നിങ്ങൾ അടിമത്തം മാറിപ്പോയി. യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് എന്ന സത്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം ശ്രേഷ്ഠകരമായതിനെ നിവർത്തിക്കും. ഹല്ലേലൂയ. ഈ വരുന്ന ദിവസങ്ങൾ, ഈ നാളുകളുടെ ഈ ഒരു പുതിയ ആരംഭത്തിന്റെ ദിവസങ്ങളിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഈ വരുന്ന ദിവസങ്ങൾ ഏറ്റവും ശോഭനമായി, ഏറ്റവും അനുഗ്രഹമായി, ഏറ്റവും മഹത്വകരമായി തീരട്ടെ. അതെ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അതിശക്തമായ നിലയിൽ വരുന്ന നാളുകൾ ഉപയോഗിക്കട്ടെ. God bless you. Amen. Amen.